ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ ദൈവ കരുണയുടെ തിരുനാൾ ആചരിക്കുന്നു. ഒപ്പം പുതു ഞായറാഴ്ചയുമാണ്. ഈ പുണ്യദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്നത്തെ ആദ്യ വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഉള്ളതാണ്. അവിടെ അപ്പോസ്തലർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കൃപ, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന, അപ്പോസ്തലന്മാരുടെ പ്രബോധനം. ഇവയിലൂടെ ഒരു വലിയ ജനാവലിയെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഉദ്ധിതൻ്റെ നാമത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുകയും അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ 2-ാമത്തെ വായന വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ ഉദ്ധിതനായ യേശുവിലുള്ള പ്രത്യാശയിൽ നമ്മെ ബലപ്പെടുത്തുകയാണ് അപ്പോസ്തലൻ. ഇന്നത്തെ സുവിശേഷം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹാരഹസ്യം വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിക്കുന്നു. യേശു അവർക്ക് ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ഒപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവിടുന്ന് അവർക്ക് കൃപാവരവും പാപമോചനവും രക്ഷയും പ്രഘോഷിക്കുവാൻ അവിടുന്ന് അവർക്ക് അധികാരവും നൽകുന്നു. എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അപ്പോസ്തലൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവർ ക്രിസ്തുവിനെ കണ്ടുവെന്നും ഉദ്ധിതൻ അവരോട് സംസാരിച്ചുവെന്നും പ്രേക്ഷിത ദൗത്യം അവരെ അറിയിച്ചുവെന്നും പത്രോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരും തോമസ് ശ്ലീഹായോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം അവർ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തോമസ് അപ്പോസ്തലനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. യേശു പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിച്ചു. തോമസിനെ വിളിക്കുന്നു. തോമസ്, വരിക, എൻ്റെ മുറിപ്പാടുകൾ കാണുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അദ്ദേഹം എങ്ങനെ നിലവിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമസ്, നീ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതരാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ബലം ഒരു വിശ്വാസ തീഷ്ണതയുടെയും പ്രേക്ഷിത ദൗത്യത്തിൻ്റെയും ഉദ്ധിതൻ്റെ മഹത്തായ സാന്നിധ്യത്തിൻ്റെ ആത്മീയതയുടെ അടയാളവുമാണ്. യഥാർത്ഥത്തിൽ തോമസ് അപ്പോസ്തലൻ വിശ്വാസ സാക്ഷ്യമാണ് നമുക്ക് നൽകിയത്. ക്രിസ്തുവിനെ ധീരതയോടെ പ്രഘോഷിക്കുവാൻ, അവിടെ സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഏറ്റവും ബലമുള്ള ഒരു സാക്ഷ്യമായി, അനുഭവമായി തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനം മാറി. നോക്കൂ, അദ്ദേഹം ക്രിസ്തുവിൻ്റെ മുറിവ് കാണുകയും ആ മുറിപ്പാടിൻ്റെ ആഴമറിയുകയും ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നതിൻ്റെ ഏറ്റവും മഹത്തായ വിശ്വാസ സാക്ഷ്യം തോമസ് അപ്പോസ്തലനിലൂടെ ലഭിക്കുന്നു. അദ്ദേഹം സത്യമായി യേശുവിനെ അടുത്ത് അനുഭവിക്കുകയും ഉദ്ധിതൻ്റെ മഹത്തായ സാന്നിധ്യത്തിലൂടെ പ്രപഞ്ചത്തിന് മുഴുവനും ഉദ്ധാന സന്ദേശം നൽകുകയും ചെയ്തു. ഒപ്പം ഒരു അനുതാപത്തിൻ്റെ ആത്മീയത കൂടി തോമസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സംശയിച്ചു പോയപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കാൻ അദ്ദേഹത്തിന് ബലമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചാലും, സംശയങ്ങളുണ്ടായാൽ, അസ്വസ്ഥതകൾ വന്നുപോയാൽ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നാമും ഇതുപോലെ നിലവിളിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നീ മാത്രമാണ് എൻ്റെ കർത്താവ്, നീ മാത്രമാണ് എൻ്റെ ദൈവം എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ മറ്റൊന്നിലും ആശ്രയിച്ചതുകൊണ്ട് രക്ഷയുടെ കൃപയില്ല, സാന്ത്വനമോ കൃപാവരമോ ഇല്ല, ആശ്വാസത്തിൻ്റെ തണലില്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷയുടെ പൂർണ്ണത സ്വന്തമാക്കുവാൻ സാധ്യമാവുക. തോമസ് അപ്പോസ്തലൻ സംശയത്തിൻ്റെ പ്രതീകമല്ല, വിശ്വാസ ധീരതയുടെ സാക്ഷ്യത്തിൻ്റെ പ്രതീകമാണ്. നമുക്കും ഈ വിശുദ്ധ ദിനം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ തിരുഹൃദയത്തിലേക്ക്, അവൻ്റെ തിരുമുറിവുകളിലേക്ക് തിരികെ നടക്കാം. സ്വർഗം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.